Reena Joby. Again, welcome back to Orange Spices. Orange Spices പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്. ഒരു നാടൻ വറുത്തരച്ച കടലക്കറി. നമ്മൾ ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കടല വേവിക്കുന്ന അതേ സമയത്ത് നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കണം. തേങ്ങ വറുത്തിട്ട് അതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ കടല വേവുമ്പോഴേക്ക് നമുക്ക് ചടപടന്ന് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുക്കുമെങ്കിലും കറി റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ കറി കുറച്ച് ഇരിക്കും തോറും കുറുകുന്നത് കൊണ്ട് ടേസ്റ്റും കൂടി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണ് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ കടല വറുത്തരച്ച് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലയാണ്. ഇത് ഓവർനൈറ്റ് കുതിർത്തി രാവിലെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഇത്രയും കടലയുണ്ട്. പിന്നെ ഞാനൊരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി മുറി ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളി ഞാൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് തേങ്ങയിലിട്ടിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി എടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർ കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, 1 ടീസ്പൂൺ കടുക് വേണം. പിന്നെ ഒരു 3 വറ്റൽമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് വേണം. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് വറുത്തരച്ച് കടല കറി വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കടല വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് നമ്മുടെ കടല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കടല കുതിർത്തി വെക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ വെള്ളം തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കടല വേവിക്കാം. ഇപ്പം ഞാൻ ഈ കടലയും വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കടല വേവാൻ ആവശ്യമായ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. കടല നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 7-8 വിസിൽ വരുന്നവരെ നമുക്ക് കടല നന്നായിട്ട് വേവിച്ചെടുക്കണം. പക്ഷേ ചില കടലകൾക്ക് വേവ് കുറവായിരിക്കും, ചില കടലയ്ക്ക് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കടലയുടെ വേവ് അനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 6 വിസിലൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് എന്തോരം വേവണം എന്ന് അനുസരിച്ച് നിങ്ങൾ കൂടുതൽ വേവിക്കണമെങ്കിൽ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ചില കുക്കറുകൾക്കും വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കുക്കറിനും കടലയ്ക്ക് അനുസരിച്ച് നിങ്ങൾ കടല നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പം നമുക്കിനി അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടല വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി കടല വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പരിപാടി ചെയ്യാനുണ്ട്. നമ്മുടെ തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയിലോട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് കൂടെ തന്നെ നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ചേർത്ത് കൊടുത്തു തേങ്ങയിലോട്ട്. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുത്തതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ പൊടികളും ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനി തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ കടലയും വേവുന്നുണ്ട്. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് തേങ്ങയും ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു. അതുകൊണ്ട് തീ കുറച്ചിട്ട് തന്നെ എപ്പോഴും തേങ്ങ വറുത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഇതിനകത്തോട് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കണേക്കാൻ മുന്നേ തീ എത്ര കുറയ്ക്കാമോ അത്രയും കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചൂടാറാൻ വെക്കാം. നിങ്ങൾ തേങ്ങ വറുത്ത് അതേ പാനിൽ ചൂടാറാൻ വേണ്ടി വെക്കരുത്. കാരണം ഈ പാനിൽ ഓൾറെഡി ചൂടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഉറപ്പായിട്ടും വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് തന്നെ ചൂടാറ്റി എടുക്കാം. അപ്പം ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ചൂടാറിയിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കടലയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറേ പറ്റി, ഇനി ആകെ കുറച്ച് വെള്ളമേ ഉള്ളൂ. വെള്ളം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ബാലൻസ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി വറുത്തെടുത്തത് ഞാൻ ചൂടാറ്റി എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, കുറച്ച് വെള്ളം ചേർത്തിട്ട്. അപ്പോൾ ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങയിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഇനി നമ്മൾ അരച്ചതിന് ശേഷം നമ്മൾ കടലയിലേക്ക് ചേർക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേറെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇനി ബാലൻസ് കാര്യങ്ങൾ നമുക്ക് അടുപ്പത്ത് വെച്ച് ചെയ്യാം. അപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുളകിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വലുതാണെങ്കിൽ ഒന്ന് ചെറുതാക്കി ഇടാം കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കണില്ല, കാരണം നമ്മൾ കടല വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തു, പിന്നെ നമ്മുടെ അരപ്പ് റെഡിയാക്കിയപ്പോഴും ഉപ്പ് ചേർത്തു. അതുകൊണ്ട് ഇനി ഉപ്പ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ, ഉപ്പില്ലെങ്കിൽ. അപ്പം ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാതെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവോള നന്നായിട്ട് വാടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം, സവാളയോട് ചേർന്ന് തന്നെ വരണം. അപ്പോൾ നന്നായിട്ട് തക്കാളി വെന്ത് വരണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. സവാളയായിട്ട് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്കിതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരപ്പൊന്ന് തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് കടല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച കടലയും ആ ബാലൻസ് ഉള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കടലയും ബാലൻസ് ഉണ്ടായിരുന്ന വെള്ളവും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഗ്രേവിയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടി കൊടുക്കാം. ഗ്രേവി കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് തുറന്ന് വെച്ച് വേവിച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇനി കറി നന്നായിട്ട് കുറുകി വരും. തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വരും. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. നിങ്ങളുടെ ഗ്രേവിക്ക് എന്തോരം തിക്നെസ് വേണമെന്നനുസരിച്ച് നിങ്ങൾ വെള്ളം കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുകയോ ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. കുറുകി വരുമ്പോൾ ഇത് കറക്റ്റാവും. അപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്തോറും ഇത് കുറുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഗ്രേവിയുടെ അളവനുസരിച്ച് നിങ്ങൾ വറ്റിച്ചെടുക്കുക, തുറന്ന് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നിർത്താണ്. ഇത് അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കറി എടുത്ത് വെക്കുന്തോറും കുറച്ചും കൂടി തിക്കാവും. അതുകൊണ്ട് അധികം ഗ്രേവി വറ്റിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് അതായത് രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ച ഉച്ചയാകുമ്പോഴേക്കൊക്കെ കുറച്ചും കൂടി തിക്കായിട്ട് ഗ്രേവി വളരെ കുറഞ്ഞ് കടലേനെയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവിയുടെ അനുസരിച്ച് നിങ്ങൾ വറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നിർത്താണ്, കാരണം ഇപ്പോൾ ഒരുമാതിരി നല്ല തിക്കായിട്ടുണ്ട് കറി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കടലക്കറി. അപ്പോൾ നല്ല അടിപൊളി കടലക്കറി. നിങ്ങൾക്ക് കോമ്പിനേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.